സർക്കാരും ഗവർണറും തമ്മിലുള്ള ടോം ആൻഡ് ജെറി കളിയുടെ അവസാനത്തെ എപ്പിസോഡ് നയപ്രഖ്യാപനവുമായും അതിന്റെ നന്ദി പ്രമേയവുമായും ഈ സഭയിലെത്തി. രണ്ടിനെയും ഞാൻ എതിർക്കുന്നു സാർ. കേരളത്തിന്റെ അഴിമതി വിരുദ്ധ സംവിധാനങ്ങളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുന്ന ഓർഡിനൻസുകളും അഴിമതി അന്വേഷിക്കേണ്ട ഡിപ്പാർട്ട്മെന്റുകളുടെ മേലെയുള്ള കടന്നുകയറ്റവും കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്ഭവനും ക്ലിഫ് ഹൗസും തമ്മിലുള്ളത് അഴിമതിയുടെ ഇടനാഴിയാണ് എന്ന് കേരളത്തിന് മനസ്സിലായിരിക്കുന്നു സാർ. BJPയും CPMും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഇടനാഴിയായി, ദ കറപ്ഷൻ കൊറിഡോറായി കേരളത്തിന്റെ ക്ലിഫ് ഹൗസും രാജ്ഭവനും മാറിയതിന്റെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരുന്നല്ലോ ലോകായുക്ത പോലെ തീർത്തും ജനവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ ഒരു ഓർഡിനൻസിന് ഗവർണർ അനുമതി നൽകിയത്. നമ്മൾ രണ്ടാളും തലശ്ശേരിയിലൊക്കെ ഇനിയും കല്യാണങ്ങൾ പങ്കെടുക്കേണ്ടതുകൊണ്ടോ വല്ല ബോംബും നമ്മുടെയൊക്കെ തലയിൽ വിടാതിരിക്കട്ടെ. സാർ, നിങ്ങളുടെ അഴിമതി പ്രസംഗം നിങ്ങൾ ഗവർണർക്കെതിരെ സംസാരിക്കുന്നത് പോലെ തന്നെയാണ്. ഒട്ടും ആത്മാർത്ഥതയില്ലാത്തതാണ്. ആ അഴിമതി വിരുദ്ധ പ്രസംഗങ്ങൾ മുഴുവൻ ആത്മാർത്ഥതയില്ലാത്തതാണ് എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട് സാർ. ഇവിടെ ഇന്നലെ ബഹുമാനപ്പെട്ട ശ്രീ PC വിശ്വനാഥ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുതരമായ ഒരു ആരോപണം ഇവിടെ ഉന്നയിച്ചു. ഒരു അന്വേഷണവും പ്രഖ്യാപിക്കാൻ ഈ ഗവൺമെന്റിന് താല്പര്യമില്ല സാർ. പല വെളിപ്പെടുത്തലുകളും വരുമ്പോൾ ആ വെളിപ്പെടുത്തുന്ന ആളുകളെ സംബന്ധിച്ച് CIT ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന ആക്ഷേപം എന്താണെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ കണ്ടു സാർ. സംസ്ഥാന പോലീസിന്റെ വ്യവസായ സംരക്ഷണ സേനയെ KSEBയിൽ നിയമിച്ചതിന്റെ പേരിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങളും ആരോപണങ്ങളും അപ്പുറത്തിരിക്കുന്ന ആളുകളൊന്ന് പഠിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു സാർ. ആ ചെയർമാൻ പല വെളിപ്പെടുത്തലുകളും നടത്തി. ആ വെളിപ്പെടുത്തലിനെ സംബന്ധിച്ച് CITയുടെ നേതാവ് പ്രഖ്യാപിച്ചത് ചെയർമാന്റെ തലയിൽ നെല്ലിക്കാത്തളം വെക്കണമെന്നാണ്. പാലക്കാട് നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചും വളരെ ആക്ഷേപകരമായി വകുപ്പ് മന്ത്രിയെയും ബോർഡ് ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചൊക്കെ CITയുടെ നേതാക്കന്മാർ പ്രസംഗിക്കുകയാണ് സാർ. ചെയർമാൻ പറഞ്ഞതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ എന്താണ്? വൈദ്യുതി ബോർഡ് വിളിക്കാൻ പോകുന്ന ടെൻഡറിന്റെ വിശദാംശം ബന്ധപ്പെട്ട എഞ്ചിനീയർ തന്നെ അറിയിച്ചെന്നും കരാറുകാരൻ എഴുതിയ രസകരമായ കത്ത് തന്റെ കൈവശമുണ്ടെന്നും വൈദ്യുതി ബോർഡിന്റെ ചെയർമാൻ തന്നെ വെളിപ്പെടുത്തുന്നു സാർ. കേരളം ഇന്നേ വരെ കേട്ടിട്ടില്ല ഒരു ഡിപ്പാർട്ട്മെന്റ് നടത്താൻ പോകുന്ന ടെൻഡറിന്റെ വിശദാംശങ്ങൾ അതിന്റെ എഞ്ചിനീയർമാർ തന്നെ കരാറുകാരന് കൊടുത്തുവെന്ന് ബോർഡിന്റെ ചെയർമാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്? ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് ഇനിയും മടിച്ചു നിൽക്കുന്നു സാർ? അദ്ദേഹം ചോദിക്കുന്നുണ്ട്, കരാറുകാർക്ക് മുഴുവൻ മുൻകൂട്ടി കാണാൻ കഴിയാവുന്ന ടെൻഡർ രേഖകൾക്ക് വാണിജ്യ സുരക്ഷയുണ്ടെന്ന് പറയാൻ എങ്ങനെ കഴിയുമെന്നും അങ്ങനെ ചോദിക്കുന്നു. എന്ന് വെച്ചാൽ ഈ നടക്കുന്നത് മുഴുവൻ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് അവിടെ ചെയർമാൻ തന്നെ പറഞ്ഞു വെക്കുന്നു. പറയുന്നത് ആരാ? സീനിയർ IAS ഉദ്യോഗസ്ഥൻ, ബോർഡിന്റെ ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പറയുന്നു സാർ. കിഫ്ബി വഴി നടപ്പിലാക്കിയ ട്രാൻസ്ഗ്രിഡ് പദ്ധതിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് 10 ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ സർക്കാരിനോട് ചോദിച്ചു. ഒരു ഉത്തരവും ഇതുവരെ നൽകിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് 2019 നവംബർ 5 ഇപ്പോഴുമെല്ലാം നിരവധി തവണ ഗവൺമെന്റിനോട് ചോദ്യങ്ങൾ ചോദിച്ചു സാർ. KSEB ഇവിടുത്തെ റേറ്റ് അനുസരിച്ച് നിശ്ചയിക്കേണ്ടതിനേക്കാൾ 80% വരെ റേറ്റ് ഹയർ എൻഡിൽ നിശ്ചയിച്ചിട്ട് പിന്നെ ടെൻഡർ നടക്കുമ്പോൾ അതിൽ 61% വരെ ടെൻഡർ എക്സസ് കൊടുത്തിട്ടും ഒരു റീടെൻഡർ ചെയ്യാൻ രണ്ടാമതൊന്ന് എസ്റ്റിമേറ്റ് എടുക്കാൻ പോലും തയ്യാറാവാതെ ആ കുത്തക കമ്പനികൾക്ക് അത് എഴുതി വെച്ചു കൊടുത്ത് അഴിമതിക്ക് കളമൊരുക്കിയ ആളുകൾ സാർ. അവര് ലോകായുക്തയെ ഭയപ്പെട്ടിട്ടില്ലെങ്കിലേ ഉള്ളൂ. ലോകായുക്തയുടെ പല്ലും നഖവും ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ മാന്തും കടിയുമേറ്റ് നിങ്ങൾ പൊളഞ്ഞു പോയേനെ എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇതിനെയൊക്കെ നിങ്ങൾ ദുർബലപ്പെടുത്തുന്നത് സാർ. ഏറ്റവും ഉയർന്ന റേറ്റിൽ അങ്ങനെ 10%-ലധികം ഉയർന്നാൽ പോലും കിഫ്ബിയുടെ നോംസ് അനുസരിച്ച് റീടെൻഡർ ചെയ്യണമെന്നും എന്നിട്ടും ഉയർന്നിട്ടാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് വീണ്ടും എസ്റ്റിമേറ്റ് എടുത്ത് സബ്മിറ്റ് ചെയ്യണമെന്നുള്ള ഗൈഡ് ലൈൻ ഉത്തരവായി നിലനിൽക്കുമ്പോൾ അതൊന്നും പാലിക്കാതെ എത്ര ശതമാനം ഉയരുകയാണെങ്കിലും അവർക്ക് കൊടുക്കാൻ വേണ്ടി ഇവർ തീരുമാനിച്ചിരിക്കുകയാണ് സാർ. 150 കോടിക്ക് തീരേണ്ട ഒരു വർക്കിനെ 372 കോടിയിലേക്ക് എത്തിച്ചവർ നടത്തിയ അഴിമതിയുടെ വലുപ്പം എന്താണെന്ന് ഒരു അന്വേഷണം ഇവിടെ നടക്കണം സാർ. അതുപോലെ തന്നെ അതിന്റെ അപ്രൈസൽ വിഭാഗം മാസം ശമ്പളം 2,30,000 എന്നിട്ട് അപ്രൈസൽ CMD ഏൽപ്പിക്കും. അപ്രൈസൽ കഴിഞ്ഞിട്ട് അവരത് വേറെ കമ്പനിയെ ഏൽപ്പിക്കും, ടെറാനസിനെ ഏൽപ്പിക്കും. ടെറാനസിന് വേണ്ടി അപ്രൈസൽ ഒപ്പിട്ട് കൊടുക്കുന്നത് നേരത്തെ ബോർഡിന്റെ ഭാഗമായിരുന്ന ട്രാൻസ്മിഷൻ ഡയറക്ടർ തന്നെ ഇപ്പൊ ടെറാനസിൽ പണിയെടുക്കുന്നു സാർ. ഇത് അഴിമതിയല്ലാതെ മറ്റെന്താണ് സാർ? ഗുരുതരമായ മറ്റൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ഈ ടൂറിസം, ഹൈഡൽ ടൂറിസത്തെ സംബന്ധിച്ചാണ്. ഹൈഡൽ ടൂറിസം സെന്റർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 3 കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും 3 ചാരിറ്റബിൾ സൊസൈറ്റിക്കും 2019 കൊടുത്തു.
സാർ പൊന്മുടിയിലും ആനയിറങ്കലിലും മൂന്നാറിലും കല്ലാർകുട്ടിയിലും മാട്ടുപ്പെട്ടിയിലും അതുപോലെ തന്നെ ബാണാസുര ഡാമിലെല്ലാം കൊടുത്ത ഈ സ്ഥലങ്ങളിലെല്ലാം കൊടുത്തു. സാർ ഡാം സുരക്ഷയെ സംബന്ധിച്ച് പഠനമില്ല, പത്രങ്ങളിൽ പരസ്യമില്ല. കേരളത്തിന്റെ ഈ പറയുന്ന ഹൈഡൽ ടൂറിസത്തിന്റെ വെബ്സൈറ്റിലും KSEBിയുടെ വെബ്സൈറ്റിലും മാത്രം. സാർ പൊന്മുടിയിൽ രാജാക്കാട് സർവീസ് സഹകരണ ബാങ്കിന് 21 ഏക്കർ ഭൂമി കൊടുത്തു. അമ്യൂസ്മെന്റ് പാർക്ക് നിർമ്മിക്കാൻ വേണ്ടി 21 ഏക്കർ ഭൂമി പാട്ടത്തിന് കൊടുത്തു. സാർ അവിടെ ഒരു സൈഡിൽ ഇപ്പോ ഏലം കൃഷി നടന്നുകൊണ്ടിരിക്കുക. ഏതെങ്കിലും പാവപ്പെട്ടവൻ ഈ ഡാമിന്റെ 3 ചെയിൻ ദൂരത്തിലെങ്കിലും വൃഷ്ടിപ്രദേശത്ത് ഒരു ഏലകൃഷി നടത്താൻ തുനിഞ്ഞ നിങ്ങൾ ഈ ഗവൺമെന്റ് ഇവിടെ സമ്മതിക്കുമോ? അവിടെ ഏലകൃഷി നടന്നുകൊണ്ടിരിക്കുക. സാർ അതിന് ഒരു പ്രത്യേകത, ഈ ഭൂമി സർക്കാരിന്റെ പുറമ്പോക്ക, ഞങ്ങൾ പറയുന്നതല്ല. ബഹുമാനപ്പെട്ട ശ്രീ E. ചന്ദ്രശേഖരൻ മന്ത്രിയായിരിക്കുമ്പോ ഈ സഭക്കകത്ത് 14ാം കേരള നിയമസഭയിലെ 16ാം സമ്മേളനത്തിൽ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം, സാർ ഒരു പ്രത്യേക ആവശ്യത്തിനായി വൈദ്യുതി ബോർഡിന് കൈമാറിയ റവന്യൂ തരിശുഭൂമി ബോർഡ് മറിച്ച് മറ്റൊരു സ്ഥാപനത്തിന് പാട്ടത്തിന് നൽകുന്ന നിയമവിധേയമാണോ? സാർ അല്ല എന്ന്, നിയമവിധേയമല്ല എന്ന് ഈ സഭയിൽ മറുപടി. പതിച്ചു നൽകിയ ഭൂമിയെ സംബന്ധിച്ചുള്ള പരാതി, ആ പരാതി അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് 2019 ഈ സഭയിൽ മറുപടി. എന്നിട്ടും 21 ഏക്കർ കൊടുത്തതിന് ഒരു മറുപടിയില്ല. കാരണം രാജാക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ മകളുടെ ഭർത്താവാണ് എന്നുള്ളതാണ്. അതാണോ കാരണം എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കപ്പെടേണ്ടതാണ്. സാർ ഇവിടെ സർക്കാരിന്റെ ഭൂമി പുറമ്പോക്ക് ഭൂമി അങ്ങനെ കൊടുക്കുന്നു. സാർ അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇവിടെ വേറൊരു ചോദ്യം, ഇവിടെ മറ്റൊരു ആനയിറങ്കിൽ മൾട്ടി ഡയമെൻഷൻ തിയേറ്റർ ആൻഡ് ഹൊറർ ഹൗസ് വേറെ ഒരു പ്രൊജക്ട്. ആ പ്രൊജക്ട് 3 സൊസൈറ്റികൾ അപ്പിയർ ചെയ്തു ടെൻഡറിന്. ഒന്ന് പെരുമ്പാവൂർ മെർക്കന്റൈൽ സൊസൈറ്റി, കടലാസ് സൊസൈറ്റി. രണ്ടൊന്നും ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ്. സാർ അതിന് രജിസ്ട്രേഷൻ പോലുമില്ല. മൂന്നാമത്തേത് സ്പർശം. സാർ നല്ല പേരാണ്, അവർക്ക് കിട്ടുകയും ചെയ്തു. ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കുമ്പോ KSEB പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിരുന്നു. സിൻസ് KHTC is having financial stringency in promoting tourism activities, it is proposed that Minister പങ്കെടുത്ത മീറ്റിംഗിൽ it is proposed that to take up the activities under the guidance and supervision of KHTC and with the support and close coordination of financially sound cooperative sectors or banks. സാർ നല്ല സാമ്പത്തിക ശേഷിയുള്ള കോപ്പറേറ്റീവ് സെക്ടേഴ്സും ബാങ്കും സഹകരിച്ച് ഇത്തരം പ്രൊജക്ടുകൾ നടപ്പിലാക്കാം. എന്നിട്ട് കൊടുത്തത് സ്പർശത്തിന്. സാർ സ്പർശത്തിനൊപ്പം കരാറിൽ പങ്കെടുത്ത ഈ സൊസൈറ്റികളെ സംബന്ധിച്ച് ഞാനിവിടെ പറഞ്ഞു. സാർ സ്പർശം രജിസ്റ്റർ ചെയ്തത് 15/5/2019. എങ്ങനെയാണ് സാർ അവർ ഫിനാൻഷ്യലി സൗണ്ട് ആവുന്നത്? സാർ സ്പർശം ടെൻഡറിൽ പങ്കെടുക്കുന്നത് 28/5/2019. 13 ദിവസത്തിനുള്ളിൽ അവർ ഫിനാൻഷ്യലി സൗണ്ടായി. 13 ദിവസത്തിനുള്ളിൽ അവർ ഫിനാൻഷ്യലി സ്ട്രോങ് ആയി. സാർ സ്പർശം കരാർ ഒപ്പിടുന്നത് 1/6/2019. സാർ 15 ദിവസം കൊണ്ട് അവർ കരാറിലും ഒപ്പിട്ടു. ആർക്കും സംശയമൊന്നുമില്ലല്ലോ സാർ. സാർ ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള എല്ലാവിധ പ്രവർത്തന മികവും തെളിയിച്ച സൊസൈറ്റികൾക്ക് കൊടുക്കണമെന്ന് ഗവൺമെന്റ് ഉത്തരവ് നിൽക്കുമ്പോ 15 ദിവസം കൊണ്ടുണ്ടാക്കിയ ഒരു തട്ടുകൂട്ട് സ്ഥാപനത്തിന് ഗവൺമെന്റിന്റെ ഇത്രയും പ്രധാനപ്പെട്ട ഇടങ്ങളിലുള്ള കരാറുകൾ കൊടുത്തതിലെ അഴിമതിയെ സംബന്ധിച്ച് KSEBയുടെ ബോർഡ് ചെയർമാൻ തന്നെ പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വരുന്നത് അതല്ലാത്ത ഒരു സർക്കാർ സംവിധാനവും ഈ അഴിമതിയെ സംബന്ധിച്ച് അന്വേഷിക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടല്ലേ സാർ അവിടെ നിരവധി തരത്തിലുള്ള ഇത് സൊസൈറ്റികൾക്കാണ് ഇതുപോലെ കൊടുത്തിട്ടുള്ളത്. ഇത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. സാർ വിവരാവകാശ പ്രകാരം ഐഡൽ ടൂറിസം സൊസൈറ്റി അതിന്റെ പരിധിയിൽ വരുന്നില്ല പോലും. സാർ പ്രൈവറ്റ് സൊസൈറ്റി അല്ല, KSEB അണ്ടർടേക്കിംഗ് ആണ്. അവിടുത്തെ ജീവനക്കാരിൽ പലരും ചുമതലയുള്ളവർക്ക് KSEB തന്നെ ശമ്പളം കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവര് വിവരാവകാശത്തിന്റെ പരിധിയിൽ വരുന്നില്ല? വിവരാവകാശ പ്രകാരം അപേക്ഷകൾ ചോദിച്ചാൽ അതൊന്നും കിട്ടുന്നില്ല. സാർ ഇത് നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ. 33,000 ജീവനക്കാരിൽ 6,000 പേർ റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരം നേടാതെ അവരുടെ ചെലവ് റെഗുലേറ്ററി അസറ്റിൽ പ്രതിഫലിക്കുന്ന ഒരു കമ്പനിയാണ് ബോർഡ്. സാർ അത് ബോർഡ് ചെയർമാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ഇല്ലാത്ത തസ്തികകൾ ഫുൾ ബോർഡോ മാനേജിംഗ് ഡയറക്ടറോ പോലും അറിയാതെ പ്രതിവർഷം 12 കോടി രൂപ ആവർത്തന ചെലവിൽ 90 ഉദ്യോഗസ്ഥരെ വാട്സ്ആപ്പ് സന്ദേശം അയച്ച് നിയമിച്ചതിനെ സംബന്ധിച്ച് ആ ബോർഡിന്റെ ചെയർമാൻ തന്നെ വന്നിരിക്കുന്നു. സാർ സർക്കാരും കമ്പനിയുമായിട്ടുള്ള റീവെസ്റ്റിംഗ് കരാറിൽ സ്ഥിരം ജീവനക്കാരുടെ വേതന വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള പരിഷ്കാരം സർക്കാരിന്റെ അനുമതിയോടെ വേണമെന്ന് ജനുവരി 17 രേഖാമൂലം ഉത്തരവിറക്കിയിട്ടും ഫെബ്രുവരിയിൽ അതിന് വിരുദ്ധമായി തീരുമാനമെടുത്തതിനെ സംബന്ധിച്ച് ബോർഡ് ചെയർമാൻ തന്നെ ചോദിക്കുന്നു, എന്ത് ഉത്തരവാദിത്തമാണ് ഈ സമീപനത്തിനുള്ളതെന്ന്. സാർ അതുകൊണ്ടും തീരുന്നില്ല. ബോർഡിന്റെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ തീരാർഹതയില്ലാത്ത ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 1000 കണക്കിന് കിലോമീറ്റർ
ബോർഡിന്റെ വാഹനമെടുത്ത് ഓടുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. അദ്ദേഹത്തെയാണ് ബഹുമാനപ്പെട്ട മുൻ മന്ത്രി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചത്. സർ, ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ ഫയലിൽ എഴുതി വെച്ചിട്ട് ഒപ്പിടട എന്ന് ആക്രോശിച്ച് ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോഴും കരഞ്ഞു നിലവിളിച്ച് നിൽക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നതല്ല, വി.ഡി. സതീശൻ പറയുന്നതല്ല, പ്രതിപക്ഷ സംഘടന പറയുന്നതല്ല, നിങ്ങൾ വെച്ച ബോർഡിന്റെ ചെയർമാൻ പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോ ബഹുമാനപ്പെട്ട ആ മന്ത്രിയെ പോലും ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് CITU, ഞാൻ അവസാനിപ്പിക്കുന്നു, CITU മാറുകയാണ്. സാർ, ഞാൻ ഒരു കാര്യം പറയാം, ഇത് നിങ്ങൾ വട്ടമേശ സമ്മേളനം വിളിച്ച് ചർച്ച നടത്തി കോംപ്രമൈസ് ചെയ്തു പോകേണ്ട വിഷയമല്ല. പണം നഷ്ടപ്പെട്ടത് AKG സെന്ററിൽ നിന്നല്ല, LDF കൺവീനറുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നല്ല, ജനങ്ങളുടെയാണ്. സാർ, അവസാനിപ്പിക്കുന്നു. ഗവൺമെന്റിന്റെ പ്രപ്പോസൽ 0 മുതൽ 50 യൂണിറ്റ് വരെ, ഞാൻ അവസാനിപ്പിക്കുന്നു സാർ, കൺക്ലൂഡ് ചെയ്യാൻ അവസരം തരണം. 0 മുതൽ 50 യൂണിറ്റ് വരെ ഗവൺമെന്റ് 35 പൈസ വർദ്ധിപ്പിക്കാൻ ആലോചിക്കുന്നു. അങ്ങേ അറ്റം 1 രൂപ 60 പൈസ വരെ ആലോചിക്കുന്നു. വാർത്തകളാണ് സാർ. ഫിക്സഡ് ചാർജിൽ 15 രൂപ മുതൽ 150 രൂപ വരെ വർദ്ധിപ്പിക്കാൻ ആലോചിക്കുന്നു. സാർ, അഴിമതി നടത്തിയവരുടെ പണം തിരികെ പിടിക്കാതെ ബാധ്യത ജനങ്ങളുടെ